പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് വലിയ തോതിൽ ഡൽഹിയിൽ വലിയ സമരങ്ങൾ നടക്കുന്നു, വലിയ അതിക്രമങ്ങൾ നടക്കുന്നു. വാർത്ത എടുക്കുവാൻ വരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടക്കുന്നു. അപ്പോൾ പാർട്ടികൾ ഏതോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു പാർട്ടിയായിട്ടാണ് അവർ BJP കളിയാക്കിക്കൊണ്ട് CJP എന്നാക്കി. അവർക്ക് പ്രക്ഷോഭം ചെയ്യുവാനും സമരം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട്. കാരണം ഞാനൊരു BJP പ്രവർത്തകനാണ്. ഞാനും ഒരുപാട് കോൺഗ്രസിനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയൊക്കെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമരം നമ്മളൊക്കെ നവമാധ്യമങ്ങളിലൂടെ വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. രാജ്യത്തെ നശിപ്പിക്കുവാനായി, രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരു കൂട്ടം പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെന്നറിയപ്പെടുന്നവരാണ്. വിദ്യാർത്ഥികളെന്ന് അവർ സ്വയമേ പറയും. എന്നാൽ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ വിദ്യാർത്ഥികൾ ശരിക്കും ആ സമരത്തിന് പങ്കുചേർന്നിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നതെന്ന് ശരിക്കും മനസ്സിലാവാത്ത തരത്തിലുള്ള പോക്കാണ് അവരുടെ. ഭയാനകമായിട്ട് പോലീസ് ജീപ്പുകളെ ആക്രമിക്കുക, വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുക, പോലീസിന് നേരെ വാളും അതുപോലെ തന്നെ കല്ലേറുകൾ, മാരകായുധങ്ങൾ ഒക്കെ ചെയ്യുവാനായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു ശക്തി ഇതിന് പിന്നിലുണ്ട്. അവിടെ സമരത്തിന് പോകുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, സമരത്തിന് പോകുന്നവർക്ക് ഭക്ഷണം ഓൺലൈനിൽ സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചോ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ എവിടെയാണ് ഈ ഫണ്ട് വരുന്നതെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് വരുന്നതെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല. കേരളത്തിൽ നിന്ന് VD സതീശൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊന്നും ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി VD സതീശൻ എല്ലാ ജനങ്ങളുടെയും വോട്ടുകൾ നേടി ജയിച്ചു. കോൺഗ്രസ് നടത്തുന്ന ഒരു സമരത്തിനാണ് അവർ പങ്കെടുത്തിരുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇത് CJP മറ്റേ പാർട്ടികളുടെ ഒരു പാർട്ടി, അതായത് എവിടെ നിന്നുമൊക്കെ പറന്നെത്തുന്ന കുറേ സംഘങ്ങൾ ഒത്തുകൂടുന്നതിനെയാണ് അവർ പാർട്ടികൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ആ പാർട്ടികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് VD സതീശന് പോകാൻ വേണ്ടിയിട്ട് അല്പമെങ്കിലും ഉളുപ്പില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം കേരളത്തിൽ ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്. ഈ മുഖ്യമന്ത്രി വന്ന അന്ന് മുതൽ കറണ്ട് കട്ട്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. കറണ്ട് കട്ട്, അടിക്കടിയുള്ള പവർ കട്ട്. അപ്പോൾ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ളൊരു സമയം പറയുന്നില്ല, ഇന്ന സമയത്താണ് ഒന്നും പറയുന്നില്ല. പക്ഷേ പവർ കട്ട്, കേരളത്തിലെ യുവാക്കളുടെ തൊഴിൽ പ്രശ്നങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നില്ല. കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിരുന്ന കാലത്ത് മുട്ടിലിരഞ്ഞു, മണ്ണുവാരി തിന്നു, രാപ്പകലില്ലാതെ കുഞ്ഞു കുട്ടികളെയും കൊണ്ടിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും അതുപോലെ തന്നെ സമരങ്ങൾ ചെയ്തു. പോലീസിൻ്റെ ലാത്തി ചാർജിന് അവരിടയായി, പോലീസിൻ്റെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായി, അവർക്ക് ജയിലറുകൾ കിടക്കേണ്ടി വന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള സമരങ്ങൾ, ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ. അന്ന് PSC കഷ്ടപ്പെട്ട് എഴുതിയ കുട്ടികൾ പഠിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അത്തരത്തിലുള്ള സമരങ്ങൾ അവർ ചെയ്തിട്ടും അവരെ കണ്ണ് തുറക്കാത്ത ഗവൺമെൻറ്റായിരുന്നു LDF ഗവൺമെൻറ്. അന്ന് സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ കോൺഗ്രസ്സുകാർ ഇന്ന് അതിന് എതിരായിട്ട് അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാർട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമരത്തിന് വേണ്ടിയിട്ട് ഇവർ ഡൽഹിയിൽ പോയത്. ഈ ഓരോ ദിവസങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിൽ കാണുമ്പോഴും അവിടെ നടക്കുന്നതൊക്കെ ഈ പറയും പോലെ കഷ്ടപ്പെട്ട് നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ ചോദ്യ പേപ്പറോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വിഷയങ്ങളിൽ ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതൊന്നും അല്ല അവരുടെ വിഷയം. രാജ്യത്തിനെ കരിവാരി തേക്കുക, മോദി ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയാം, ഒരു തരി പോലും ഇതുണ്ടല്ലോ ഈ രോമത്തിൻ്റെ തരി പോലും അതിന് വില പോവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും പാർട്ടികൾക്കെതിരെയുള്ള സമരങ്ങൾക്ക് കോൺഗ്രസും
ഒരു ജാള്യതയില്ലാതെ അവന്മാരോടൊപ്പം പോയി. ഇന്നലെ കണ്ട ഇന്ന് ന്യൂസിൽ കാണിക്കുന്നു, പ്രിയങ്ക ഗാന്ധി കടന്നു വരുമ്പോൾ ഇന്ത്യ മുന്നണി അവിടെ ഒരു റഹീമുണ്ടല്ലോ, നമ്മളിവിടുത്തെ റഹീമിനെ പിടിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ തള്ളി മാറ്റുന്നു, ഉന്തി മാറ്റുന്നു. നാണമുണ്ടോടോ കമ്മ്യൂണിസ്റ്റുകാരെ, കോൺഗ്രസ്സുകാരെ, നാണമുണ്ടോ? നിങ്ങൾക്ക് BJP ഭരിക്കുന്നതോ അല്ലെങ്കിൽ മോദി ഗവൺമെൻറ്റിനെയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്യമായിട്ട് നിങ്ങൾക്ക് സമരം ചെയ്യാം. നിങ്ങൾ ഈ അന്യരാജ്യത്തിരുന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒരു പാർട്ടി ഉണ്ടാക്കി അവന്മാരുടെ തെരുവ് നാടകത്തിന് നിങ്ങൾ ഒപ്പം ചാടി തുള്ളിക്കളിക്കുന്നതിനെതിരെ നാട്ടുകാർ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ തിരിയും. അതിന് തീർച്ചയായിട്ടും തിരിയും, അതിലൊരു മാറ്റമില്ല. കാരണം ഇവിടെ PSC ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഇവിടെ കേരളത്തിലുണ്ടായിട്ടില്ലേ? ഇവിടെ സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയുള്ള ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചവിട്ട് നാടകം. ഇതിനെതിരെ അതിശക്തമായിട്ട് BJP ഉണ്ടാവും, പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.